ഹലോ ഫ്രണ്ട്സ് അക്കാദമി. എല്ലാവരുടെയും പഠനമൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പൊല്യൂഷൻ ആണ്. പൊല്യൂഷൻ വളരെ ഫെമിലിയർ ആയിട്ട് ഒരു ടേം ആണ് അല്ലെ? നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിന്റെ എന്താണ് കോസസ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ പിന്നെന്താ, ഇതിന്റെ അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്ട്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ പൊല്യൂഷൻ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ എന്താണ് ചെറുപ്പം തൊട്ട് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ പൊല്യൂഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സിനിമയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഏതാ സിനിമ? എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ് അല്ലെ? എന്റെ ഫേവറേറ്റ് ആണ്. പുലിവാൽ കല്യാണം അല്ലെ? ധർമ്മേന്ദ്രനെയും മണവാളനെയും അറിയാത്ത ഒരാളായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല മലയാളികൾ അല്ലെ? അപ്പൊ ഇവരെന്താ ബോംബെയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരെയാണ്. അപ്പൊ എന്താ പറയുന്നത്? കൊച്ചി എത്തി എന്ന് പറയും അല്ലെ? അങ്ങനെ പറഞ്ഞിരുന്നൊരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു സ്മെല്ല് ഇല്ലെങ്കിൽ കൂടി നമ്മൾ ഇതേപോലെ കൊച്ചി എത്തി കഴിയുമ്പോ കൊച്ചി എത്തി എന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ? അങ്ങനെ പറയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും. അപ്പോ എന്താണ് നമുക്ക് ഈ ഒരു പൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ പ്രശ്നമായിട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. നമ്മുടെ വീട്ടിലിപ്പോ ഹരിതകർമ്മസേന വരും, പ്ലാസ്റ്റിക് കളക്ട് ചെയ്യും മന്ത്ലി. അങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പൊ പോകുന്നുണ്ട് അല്ലെ? നമുക്ക് എന്നാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഇടക്ക് വന്നായിരുന്നു. ബ്രഹ്മപുരം ലാൻഡ് ഫില്ലിന്റെ ഒരു എന്താ പറയാ, അവിടുത്തെ ഒരു വേസ്റ്റിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഇടക്ക് നമ്മൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ ഒരു സൈഡിൽ കൂടെ ഉണ്ട്. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ പൊല്യൂഷൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇനിയും അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൊല്യൂഷൻ ഈസ് ദ അഡീഷൻ ഓഫ് എനി സബ്സ്റ്റൻസ് ദാറ്റ് കോസ് അഡ്വേഴ്സ് ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെന്റ്. എൻവിയോൺമെന്റിനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന തരത്തിൽ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയുന്നു? പൊല്യൂഷൻ എന്ന് പറയുന്നു. ഈ ആഡ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ നമ്മൾ പൊല്യൂട്ടന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ? പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസസ് ആണ് എന്ത്? പൊല്യൂട്ടന്റ്. ഇനി ഈ ഒരു പൊല്യൂഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആകാം. എങ്ങനെ? വോൾക്കാനിക് ഇറപ്ഷൻ, ഇതൊരു നാച്ചുറൽ പ്രോസസ് ആണ് അല്ലെ? അഗ്നിപർവ്വത വിസ്ഫോടനം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇതുവഴി ഉണ്ടാകുന്ന വേസ്റ്റ് ഒക്കെ ഒരു പൊല്യൂഷൻ ആണ്. അപ്പൊ അത് എന്താണ്? ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. ഇനി എന്താ? കൂടുതലും ഒരു 75-80% അത് മനുഷ്യന്റെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻ ആണ്. നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടുന്നു, അതേപോലെ തന്നെ എന്താ, ഇപ്പോ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ആം, ഒരുപാട് വേസ്റ്റുകൾ ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് തന്നെ അതായാലും അല്ലാതെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ഇതേപോലെ അനാവശ്യമായിട്ട് ഇങ്ങനെ വലിച്ചെറിയുന്നതൊക്കെ എൻവയോൺമെന്റിന് ദോഷമാണ്. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്? ഓയിൽ സ്പിൽസ്, പിന്നെ അതേപോലെ ഒരുപാട് ഫാക്ടറീസിന്റെ പുകകള്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടോമൊബൈൽസിന്റെ വരുന്ന എമിഷൻസ്, ഇതെല്ലാനും എന്താണ്? നമ്മുടെ എൻവിയോൺമെന്റിന് അത്ര നല്ലതല്ല. എല്ലാനും പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇപ്പൊ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് പൊല്യൂഷൻ നമ്മൾ കൂടുതലായിട്ട് അനുഭവിക്കുന്നത്. ഇനി പൊല്യൂഷൻ നമുക്ക് മേജർ ആയിട്ട് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയും, റേഡിയേഷൻ പൊല്യൂഷൻ, പിന്നെന്താ നോയിസ് പൊല്യൂഷൻ. ഇതിൽ നമ്മൾ ഇന്ന് എയർ പൊല്യൂഷൻ പഠിക്കും. അപ്പൊ ഓരോന്നും നമുക്ക് ഇപ്പൊ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ എന്താണ് അവിടെ പൊല്യൂട്ടഡ് ആവുന്നതെന്ന്. അപ്പൊ അതെങ്ങനെയാണ്, അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതാണ് നമുക്ക് മേജർ ആയിട്ട് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് പൊല്യൂട്ടന്റ് എന്താണെന്ന് നോക്കാം അതിനു മുൻപ്. പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? പൊല്യൂഷൻ കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? പൊല്യൂട്ടന്റ് എന്ന് പറയാം. ഈ പൊല്യൂട്ടന്റ് എന്താ ചെയ്യുക? എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം ക്വാളിറ്റിയെ മാറ്റുന്നു. എങ്ങനെയാ മാറ്റുന്ന? നല്ല രീതിയിലുള്ള ഒരു മാറ്റമാണോ? അല്ല, മോശമായിട്ടുള്ള ഒരു മാറ്റം. അപ്പോ അങ്ങനെ ആ ഒരു എയറിനെയും അതേപോലെ ലാൻഡിനെയൊക്കെ അതിന്റെ ക്വാളിറ്റിയെ ഡാമേജ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും? പൊല്യൂഷൻ എന്ന് പറയും.
അത് കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പൊല്യൂട്ടന്റ് എന്ന് പറയും. ഈ പൊല്യൂട്ടന്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടന്റ് ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടന്റ്. ഇപ്പൊ നമ്മളൊരു ട്രെയിൻ കയറാനൊക്കെ നമ്മളൊരു സ്റ്റേഷനിൽ, നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇതേപോലെ രണ്ട് ബോക്സ് കാണാൻ പറ്റും ഇല്ലേ? മിക്ക സ്ഥലത്തും ഇപ്പൊ അതുണ്ട്. ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ഇടാനായിട്ടും സെപ്പറേറ്റ്, അതായത് അവർക്കും ഇതേപോലെ തന്നെ കൊണ്ടുപോകാനായിട്ടും അത് സംസ്കരിക്കാനായിട്ടും എളുപ്പവുമാണ്. നമുക്കും അതൊരു എന്താണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതിലാണ് വേസ്റ്റ് ഇടേണ്ടതെന്ന് നമുക്കും കൃത്യമായിട്ട് ഇപ്പൊ മനസ്സിലാവും. ഓക്കെ, ഇനി ബയോഡീഗ്രേഡബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ ഒരു സബ്സ്റ്റൻസ് മൈക്രോ ഓർഗാനിസത്തിനെ ഡീകമ്പോസ് ചെയ്ത്, അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് സിംപിളർ ആയിട്ട് മാറ്റാനായിട്ട് കഴിയുന്നവയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടന്റ് സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ബൈ മൈക്രോ ഓർഗാനിസം. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരാം? നോൺ ബയോഡീഗ്രേഡബിൾ. അതെന്താ? മൈക്രോ ഓർഗാനിസിനെ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയ്ക്കും ഒരു പ്രശ്നക്കാരനാണ് എന്ത്? ഈ നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്. മൈക്രോബ്സിനെ കൊണ്ട് പറ്റത്തില്ല അത് എന്താക്കാനായിട്ട്? സിംപ്ലർ മോളിക്യൂൾസ് ആക്കാനായിട്ട്. പിന്നെ എന്താ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റാം. ഈ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റിൽ ഷോർട്ടർ പീരീഡിലേക്ക് മാത്രമേ പെർസിസ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അത് ഡീഗ്രേഡ് ആയിട്ട് പോകും. പക്ഷെ അങ്ങനെയാണോ നോൺ ബയോഡിഗ്രേഡബിൾ? അങ്ങനെയല്ല. അതുകൊണ്ട് അതാണ് അതിന്റെ പ്രശ്നവും അല്ലെ? പ്ലാസ്റ്റിക് ആയാലും ശരി, ഒരുപാട് വർഷങ്ങളോളം അത് മണ്ണിൽ അലിയാതെ അത് എങ്ങനെയാണോ അത് കിടന്നേച്ചത് അതുപോലെ തന്നെ മണ്ണിന്റെ ഇടയിൽ കിടക്കുന്നതാണ് പറയുന്നത് വർഷങ്ങളോളം. അത് തന്നെയാണ് പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ മെയിൻ പ്രശ്നവും. ഇനി ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ബയോഡിഗ്രേഡബിളിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേസ്റ്റുകൾ, അതായത് അനിമൽ പിന്നെ അഗ്രികൾച്ചറൽ വേസ്റ്റ് ഒക്കെ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കൗഡങ് ഒരു എക്സാമ്പിൾ ആണ്. കിച്ചന്റെ ലെഫ്റ്റ് ഓവേഴ്സ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ഇനി നോൺ ബയോഡിഗ്രേഡബിൾ ആണെങ്കിലോ പ്ലാസ്റ്റിക് വരും, സ്റ്റൈറോഫോം വരും, മെറ്റൽസ്, ഗ്ലാസ്, പിന്നെന്താ ഇലക്ട്രോണിക് വേസ്റ്റ്. മേജർ വേസ്റ്റ് ആണ് അല്ലെ? നമ്മളിപ്പോ ഒരു ഫോണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര വർഷം ഇപ്പോ നമ്മളൊരു ഫോൺ ഉപയോഗിക്കും? കൂടി വന്നാല് 4-5 വർഷം അല്ലെ? അതിൽ കൂടുതൽ നമുക്ക് ഈ ഫോണിനും ഇതേപോലെ തന്നെ അതിനുള്ള അത്രയും സർവൈവ് ചെയ്യാനായിട്ടുള്ളൊരു നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ട് നടക്കണം അതൊക്കെ അല്ലെ? ചില ആൾക്കാർ എങ്ങനെയാണ്, ഇപ്പോ പുതിയ മോഡൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അത് മേടിക്കാൻ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാകും. നോർമലാണ്. ഇപ്പൊ നമ്മളത് എന്താണ്, ഇപ്പോ ഫോൺ ആയിക്കോട്ടെ, ടി വി ആയിക്കോട്ടെ, ലാപ്പ് ആയിക്കോട്ടെ, എല്ലാരും ഇതേപോലെ വേസ്റ്റ് ആണ് അല്ലെ? ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളിത് ഡംപ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഗതി എന്താണെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇല്ല അല്ല. ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇത് എന്താണ് ചെയ്യുന്നത്? ഇതൊരു വേസ്റ്റ് ആണ്, മേജർ വേസ്റ്റ് ആണ് ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പൊല്യൂഷനും പൊല്യൂട്ടന്റും. പൊല്യൂഷൻ എന്താണ്? പൊല്യൂഷൻ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പൊല്യൂഷൻ എന്ന് പറയാ. അവിടെ ആഡ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പൊല്യൂട്ടൻ എന്ന് പറയും. പൊല്യൂട്ടനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റും നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടന്റും. ഓക്കെ, നമുക്ക് ആദ്യത്തെ പൊല്യൂഷൻ അപ്പൊ പഠിക്കാം. എന്താ? എയർ പൊല്യൂഷൻ. അപ്പൊ എയറിന്റെ ക്വാളിറ്റി ഇവിടെ ചേഞ്ച് ആവും. എയർ പൊല്യൂഷൻ refers to the presence of harmful substances in the air which degrades the air quality and cause damage to environment, human health. അപ്പൊ എന്താ? ഇവര് എയറിന്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യുക മാത്രമല്ല അതുവഴി അനിമൽ ഹെൽത്തിനും എൻവയോൺമെന്റിനും എന്തുണ്ടാകുന്നു? ഡാമേജ് സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? എയർ പൊല്യൂഷൻ എന്ന് പറയാം. നമ്മൾ ഡെയിലി കാണുന്ന ഒരു സംഭവമാണ് അല്ലെ ഈ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ ഇതിന്റെ സോഴ്സസ് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സസ് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? അഗ്നിപർവ്വത വിസ്ഫോടനം, വോൾക്കാനിക് ഇറപ്ഷൻ ഒരു മേജർ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. പിന്നെന്താ? ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ. പിന്നെ ഡസ്റ്റ്, അതായത് മറ്റേ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, ഇതിൽ നിന്നൊക്കെയുള്ള ഡസ്റ്റ്, ഇതൊക്കെ ഒരു മേജർ വേസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇനി അതുകൂടാതെ എന്താണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതാണല്ലോ മേജർ. മാൻമേഡ് ആയിട്ടുള്ള സോഴ്സസ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? ഓട്ടോമൊബൈലിന്റെ എമിഷൻസ്, കാറ്, അതുപോലെയുള്ള മറ്റു വാഹനങ്ങള്. പിന്നെന്താ? ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നത്, പവർ പ്ലാന്റ്, ഇവിടെ നിന്നൊക്കെ ഉയരുന്ന പുക അല്ലെ? ഇതെല്ലാനും ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടില്. പിന്നെന്താ? എന്താ ഓട്ടു കമ്പനി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓട്, ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്നും ഉയരുന്ന പുകയും ഒക്കെ എന്താണ്? ഒരു എയർ പൊല്യൂഷന്റെ ഒരു മേജർ സോഴ്സസ് ആണ്. ഇനി മോട്ടോർ വെഹിക്കിൾസ്, നമ്മുടെ ഓട്ടോമൊബൈലിൽ നിന്നും
എമിറ്റ് ചെയ്യുന്ന ഈ ഒരു ഗ്യാസസ് എന്നൊക്കെ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ വളരെ ഹാർംഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസസ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു രണ്ട് ടേം ആണ് CNG. അതായത് CNG നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ സാധാരണ ഓട്ടോമൊബൈൽ എന്ന് പറയുന്നത് എന്താണ് ഇപ്പോ? കൂടുതലായിട്ട് പെട്രോൾ ഡീസൽ ആണ്, അല്ലെ? അതുകൂടാതെ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഇലക്ട്രോണിക് ആയിട്ടുള്ള വാഹനങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. CNG ഓട്ടോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലേ സിറ്റിയിലൊക്കെ. അപ്പോൾ ഇതൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഡീസൽ ഫ്യൂവലിനൊക്കെ. അതുപോലെ തന്നെ ഇതിന് മെയിൻ്റെനൻസ് കുറവ് മതി, അല്ലെ? മറ്റേതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ലെസ് മെയിൻ്റെനൻസ് ആണ്. അതുപോലെ തന്നെ എക്കണോമിക്കലും ആണ്. നമുക്ക് എന്താ ഗ്യാസോലിൻ അല്ലെങ്കിൽ ഡീസൽ ഫ്യൂവലിനേക്കാളൊക്കെ ഒരുപാട് ചീപ്പർ ആണ് ഈ CNGയുടെ റേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ഓപ്ഷൻ ആണ് എന്തിനാ, നമുക്ക് മോട്ടോർ വെഹിക്കിൾസിന്. ഇനി സ്മോഗ് എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. ഈ സ്മോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് ടേമുകൾ അടങ്ങിയിട്ടുള്ളതാണ് സ്മോഗ്. സ്മോക്കും ഫോഗും. സ്മോക്കും ഫോഗിന്റെയും കോമ്പിനേഷൻ ആണ് സ്മോഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മോക്ക് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക്, ഫോഗ് ആൻഡ് കെമിക്കൽ ഫ്യൂംസ്. കുറച്ച് കെമിക്കൽ ഫ്യൂംസും കൂടെ അടങ്ങി കഴിയുമ്പോൾ അത് നമ്മൾ സ്മോക്ക് എന്ന് പറയും. ഈ ഫോഗ് എന്താ? സ്മോക്ക് നമുക്കറിയാം, പുക. ഈ ഫോഗ് എന്താ? മൂടൽ മഞ്ഞ് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ തണുത്ത ഇപ്പൊ എന്താ മൂന്നാർ, ഊട്ടിയൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്തിരി തണുപ്പ് കൂടി കഴിയുമ്പോൾ കുറച്ചധികം തണുപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെളുപ്പിനൊക്കെ എണീറ്റ് ഒന്ന് പുറത്തേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ഫോഗ് കാണാനായിട്ട് സാധിക്കും, അല്ലെ? അപ്പൊ ഫോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ് ആണ്, അല്ലെ? ഒരു ഒരു തണുപ്പ് അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു തണുപ്പിന്റെ ആം, ഒരു വാട്ടർ ഡ്രോപ്പിലൊക്കെ ചേർന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ സ്മോക്കിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോഗ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഈ ഫോഗും സ്മോക്കും കൂടെ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക, സ്മോഗ് ഉണ്ടാവുക. അപ്പോൾ ഈ സ്മോക്ക് ആയാലും ശരി വളരെ ഹാർംഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതേപോലെ ആസ്മ, മറ്റുള്ള രോഗങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്, അലർജീസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ഫോഗ് ആണെങ്കിൽ തന്നെ ഇപ്പോ വാഹനം ഓടിക്കുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ കാണില്ല ചിലപ്പോ. ഒരുപാട് ആക്സിഡന്റ് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഈ സ്മോഗ് എന്ന് പറഞ്ഞ ടേം ഓർത്തിരിക്കാം. ഇനി എന്തൊക്കെയാണ് എയർ പൊല്യൂഷന്റെ എഫക്ട്സ്? ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ. എന്തൊക്കെയാണ്? നമ്മളൊരു 4 എഫക്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് ആദ്യത്തെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്താ ഗ്രീൻ ഹൗസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗ്രീൻ ഹൗസ്? പിക്ചർ എങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ ഗ്രീൻ ഹൗസിന്റെ ഒക്കെ. നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് നമുക്ക് ഗ്രീൻ ഹൗസ് എന്താണെന്ന് പറയാം. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ, അതിശൈത്യമുള്ള രാജ്യങ്ങളിലൊക്കെ പ്ലാന്റ്സിനെയൊക്കെ വളർത്താനായിട്ട് അവർ പണിയുന്ന ഒരു ഇതാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്ലാസ് പാനൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഗ്ലാസ് പാനലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺലൈറ്റിനെ ഇത് അബ്സോർബ് ചെയ്യും. പക്ഷെ ഇതെന്താ, ഇത് ആ ചൂട് പുറത്തേക്ക് കളയില്ല, അകത്ത് തന്നെ ഇങ്ങനെ അല്ലെങ്കിൽ അകത്ത് തന്നെ അത് പ്രിവെന്റ് ചെയ്ത് വെക്കും, പുറത്തേക്ക് പോവാതെ. സോറി. അപ്പൊ ഇങ്ങനെ പ്രിവെന്റ് ചെയ്ത് ഇതിന്റെ അകത്ത് ഇങ്ങനെ വെക്കും. അതാണ് ഈ ഒരു ഗ്ലാസ് പാനലിന്റെ പ്രത്യേകത. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്, അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്ലാന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്ലാന്റിന് ഒരു ചെറിയ വാമത്തൊക്കെ വേണം, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വളരണമെന്നുണ്ടെങ്കിൽ. തണുപ്പുള്ള രാജ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ തണുപ്പുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചെറിയ ഗ്ലാസ് വീടുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്രീൻ ഹൗസ് എന്ന് പറയാം. ഇനി അത് ഗ്രീൻ ഹൗസ്. ഇനി നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റ് പഠിക്കാം. ഗ്യാസസ് emits through air pollution, accumulates in the atmosphere and prevent heat from escaping, thus warm the air. The condition is termed as greenhouse effect. അപ്പോൾ നമ്മുടെ എയർ പൊല്യൂഷൻ വഴി അക്യുമുലേറ്റ് ചെയ്യുന്ന ഗ്യാസസ് എന്താ ചെയ്യുക? ഈ ഗ്ലാസ് പാനൽ പോലെ വർക്ക് ചെയ്യും. എങ്ങനെ? നമ്മുടെ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്നാണ് അല്ലെ സൺലൈറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സൺലൈറ്റ് ട്രാപ്പ് ചെയ്ത് വെച്ചിട്ട് ഇവര് ആ ഒരു ചൂട് തിരിച്ചു വിട്ടുകൊടുക്കില്ല. ഇവര് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അവര് പുറത്തേക്ക് ആ ഒരു സൺലൈറ്റ് വിട്ടുകൊടുക്കാതെ ഇതിന്റെ അകത്ത് ട്രാപ്പ് ചെയ്ത് വെക്കും. അപ്പൊ എന്ത് സംഭവിക്കും? നോർമലി എർത്തില് ചൂട് കൂടും, ഇല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഈ ആൾക്കാർ ആരൊക്കെയാണ്?
കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ, CFC, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, ഇതൊക്കെയാണ് ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ആൾക്കാർ. ഓക്കെ, ഇവരെ നമ്മൾ എന്ത് പറയും? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയും. അപ്പൊ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് എന്തുണ്ടാക്കുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ടുള്ള പ്രശ്നം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എർത്തിൽ ചൂട് അധികമാകും, എർത്ത് ചൂടാവാൻ തുടങ്ങും. ഇത് എന്തിന് കാരണമാകും? ഇത് ഗ്ലോബൽ വാർമിങ്ങിന്. അപ്പോ ഗ്ലോബൽ വാർമിംഗ് എന്താണ്? ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ബേണിംഗ് ഫ്യൂവൽസ്, റൈസിംഗ് പോപ്പുലേഷൻ, ഇൻക്രീസസ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ അറ്റ്മോസ്ഫിയർ. അപ്പോ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിക്കോട്ടെ, ഫ്യൂവൽസ് ബേൺ ചെയ്യുന്ന ആയിക്കോട്ടെ, ഇതെല്ലാരും നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കാരണം സോളാർ റേഡിയേഷൻ നമ്മുടെ ഭൂമിയിൽ നിന്ന് പുറത്തു പോകാതെ ഇങ്ങനെ തങ്ങി നിൽക്കും, റിറ്റൻഷൻ ചെയ്ത് നിൽക്കും. ഇങ്ങനെ നമ്മുടെ ഭൂമിയുടെ ചൂട് കൂടും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് എന്ത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലേ, ഇപ്പൊ സമ്മർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ചൂടാണ് നമുക്ക്. നമ്മുടെ സമ്മർ സീസൺ എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ മെയ് ആണെങ്കിലും നമുക്ക് ജനുവരി തൊട്ടിട്ട് ചൂടായി തുടങ്ങും. അപ്പൊ അത്രയും ക്ലൈമറ്റ് ചേഞ്ച് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ പറയുന്നുണ്ട് ഡ്യൂറിങ് ദ ലാസ്റ്റ് 3 decades, അപ്പൊ 30 വർഷങ്ങളായിട്ട് 0.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്നിരിക്കുന്നത് താപനില. അല്ലെ, അത്ര വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അത് അറിയാൻ പറ്റുന്നുണ്ട്. അല്ലെ, സമ്മർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഒരുപാട് നമുക്ക് വെള്ളം കുടിച്ച് നമുക്ക് നമുക്ക് വയ്യ നമുക്ക്. അല്ലെ, നമുക്ക് ഇത്രയും ചൂടൊന്നും സഹിക്കാനായിട്ടുള്ള കഴിവില്ല. അല്ലെ, നമുക്ക് ഇപ്പോ ഇത്രയും ചൂടൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല നമുക്ക്. അപ്പൊ നമുക്ക് വീടിന്റെ അകത്ത് തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുക? അല്ലെ, ഇത്രയൊക്കെ ചൂടാണ് ഈ ഒരു സമയമാകുമ്പോൾ. അപ്പൊ ഇനി ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഒരു 20 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഇനി എന്ത് ചെയ്യും? അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ പൊല്യൂഷന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്നത്. ഇനി ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. സീ ലെവൽ റൈസ് ആവുന്നുണ്ട്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മഞ്ഞുമലകൾ ഉരുകുന്നു. അല്ലെ, ചൂട് കൂടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മഞ്ഞുമലകൾ ഉരുകാൻ തുടങ്ങും. അതുവഴി സീ ലെവൽ റൈസ് ആകും. അത് നമുക്ക് നല്ലതാണോ? അല്ല, തീരെ നല്ലതല്ല. അല്ലെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഒരു എഫക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, മറ്റൊരു എഫക്റ്റ് ആണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഓസോൺ ലെയർ ഓസോൺ ലെയർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്തിന്റെ സർഫസിൽ, എർത്തിന്റെ നമുക്ക് അറ്റ്മോസ്ഫിയർ നമുക്ക് 5ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് കേട്ടിട്ടില്ലേ? അതിൽ സ്ട്രാറ്റോസ്ഫിയർ ലെയറിൽ കാണുന്നതാണ് ഈ ഓസോൺ ലെയർ. ഈ ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജന്റെ മറ്റൊരു ഫോമാണ്. ഓക്സിജൻ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഓക്സിജന്റെ മോളിക്യൂൾ നമ്മൾ പറയുന്നത് O2 ആണ്. അതായത് രണ്ടാറ്റം ചേർന്നിട്ടാണ് ഓക്സിജന്റെ മോളിക്യൂൾ ഉണ്ടായിട്ടിരിക്കുക. ഇതിലേക്ക് ഒരു ഓക്സിജനും കൂടെ ചേർന്ന് കഴിയുമ്പോൾ, അതായത് O3 കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതാണ് എന്ത്? ഓസോൺ എന്ന്. ഈ ഓസോൺ എവിടെയാ കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. അത് ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്ട്രാറ്റോസ്ഫിയറിന്റെ ലെയറിലാണ് എന്ത് കാണാം? ഓസോൺ കാണാം. ഇവരെന്താ ചെയ്യുന്നത്? ഈ പിക്ചറിൽ കാണാം അല്ലെ, അതായത് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ അവയെ എന്ത് ചെയ്യുന്നു? തടഞ്ഞു വെക്കുന്നു. അതായത് അധികം അകത്തേക്ക് കയറാണ്ട് ഇവര് സംരക്ഷിച്ചു വെക്കുന്നു, പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ് എന്ത്? ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ നമുക്ക് അധികം അകത്തേക്ക് കടന്നു കയറണമെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്ക് സ്കിൻ ക്യാൻസേഴ്സ് വരാം, പിന്നെ എന്താ ജനറ്റിക് ഡിസോർഡേഴ്സ് വരാം, അങ്ങനെ പല അസുഖങ്ങളും വരാം. നമുക്ക് മാത്രമല്ല, അനിമൽസിനും അക്വാട്ടിക് ലൈഫിനൊക്കെ വളരെ മോശമായിട്ട് അഫക്ട് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ഈ അൾട്രാ വയലറ്റ് രശ്മികൾ. അപ്പോ ഇതെങ്ങനെയാണ് ഈ ഓസോൺ ലെയറിന് എന്താ സംഭവിക്കുന്നത്? ഓസോൺ ലെയർ ഡിപ്ലീറ്റഡ് ആകുന്നു. എങ്ങനെയാ ഡിപ്ലീറ്റഡ് ആവുക? CFC എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, റെഫ്രിജറേറ്ററിലുള്ള ഒരു ഗ്യാസ് ആണ് ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. ഫ്ലൂറോ കാർബൺ. ഈ CFC, അതേപോലെ തന്നെ എയറോസോൾ സ്പ്രേയേഴ്സ്, ഇതെല്ലാനും എന്താണ്? നമ്മുടെ എർത്തിലേക്ക് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവര് ഈ
ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്ത് ഓസോണിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് O2+O എന്നുള്ള ഒരു ഫോമിലേക്ക് ആക്കും. O2O. അപ്പോ O2 അല്ലെങ്കിൽ O2 ഓക്സിജൻ മോളിക്യൂള് +O എന്നുള്ളൊരു ഫോമിലേക്ക് മാറ്റും. അപ്പൊ എന്ത് സംഭവിക്കും? ആ ഒരു ഭാഗത്ത് ഓസോൺ ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസം സംഭവിക്കും. ഓസോൺ ഹോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താ? അതിലൂടെ എന്ത് വരും? UV റേഡിയേഷൻസ് അകത്തേക്ക് വരും. നമുക്കപ്പോ സ്കിൻ ക്യാൻസേഴ്സ്, ജനറ്റിക് ഡിസോർഡേഴ്സ്, അതേപോലെ തന്നെ ഫോറസ്റ്റിലെയും സീയിലെയും വെജിറ്റേഷൻ നഷ്ടപ്പെടുക അല്ലെങ്കിൽ വെജിറ്റേഷൻ നശിഞ്ഞു പോകുക, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യും. അപ്പൊ ഇത് എന്താണ്? ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് ഒട്ടും നല്ലതല്ല, അല്ലെ? വളരെ ഒരു നമുക്ക് മോശമായിട്ടൊരു കണ്ടീഷനാണ് ഈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഓസോൺ ലെയറിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് സെപ്റ്റംബർ 16 ഇന്റർനാഷണൽ ഓസോൺ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ അന്ന് ഇതേപോലെ വരാറുണ്ട് ഓസോൺ ദിനം ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളത് അന്നും ഇതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു എമിഷൻസ് ഒക്കെ നമുക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ ഭാവി തലമുറയ്ക്ക് കൂടി ജീവിക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ നമ്മുടെ എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് അപ്പം മൂന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഇനി നാലാമത്തെ എഫക്റ്റ് ആണ് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അമ്ലമഴ. ആസിഡ് റെയിൻ എന്താ? റെയിൻ്റെ ഒപ്പം ആസിഡിന്റെ കമ്പോണന്റ് കൂടെ വരുമ്പോഴാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയാം. ഈ ആസിഡ് റെയിൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും ഉണ്ടാകുന്നതും അല്ലെങ്കിൽ മറ്റുള്ള ഇതേപോലെയുള്ള ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ കത്തുമ്പോഴായിക്കോട്ടെ, ഫോറസ്റ്റ് ഫയർ ആയിക്കോട്ടെ, ഇതൊക്കെ റിസൾട്ട് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ആണല്ലോ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടാവുന്നുണ്ടല്ലോ. അതിന്റെ ഒപ്പം തന്നെ സൾഫർ ഡൈ ഓക്സൈഡിന്റെ എമിഷൻസ് ഒക്കെ ഇതേപോലെ അറ്റ്മോസ്ഫിയറിൽ കൂടിക്കഴിയുമ്പോൾ ഇവര് നൈട്രജന്റെ ഓക്സൈഡ്സ് ഉണ്ടാക്കും. ഈ നൈട്രജന്റെ ഓക്സൈഡ്സ് റെയിൻ ഡ്രോപ്പായിട്ട് മിക്സ് ചെയ്തിട്ട് ഡിസോൾവ് ചെയ്തിട്ട് അത് ഭൂമിയിലേക്ക് ആസിഡ് റെയിൻ ആയിട്ട്, അമ്ലമഴയായിട്ട് പതിക്കുന്നു. ഇങ്ങനെ പതിച്ചാലുള്ള പ്രശ്നം എന്താ? അത് വെജിറ്റേഷൻ, മെയിനായിട്ട് അതാണ്. വെജിറ്റേഷൻ എന്ത് സംഭവിക്കുന്നു? ഇപ്പോ പ്ലാന്റ് ആയിക്കോട്ടെ, ഇതേപോലെ aquatic ലൈഫ് ആയിക്കോട്ടെ, ഇതൊക്കെ നശിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മോണുമെന്റ്സ് ഒക്കെ, പിന്നെന്താ നമ്മൾ മെയിനായിട്ട് ഇതിൽ പറയുന്നത് എപ്പോഴും താജ്മഹലാണ്. താജ്മഹൽ വൈറ്റ് മാർബിൾസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്മാരകമാണ്, അല്ലെ? താജ്മഹൽ എന്ന് പറയുന്നത്. അതിന്റെ കളർ മാറുന്നു. ആ ഒരു വൈറ്റ് കളറിൽ നിന്ന് അതിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നു. ഇത് എന്ത് കാരണമാണ്? ആസിഡ് റെയിൻ കാരണമാണ്. അപ്പോ ഇത് താജ്മഹൽ എവിടെയാ കാണുന്നത്? ഡൽഹിയിൽ. ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ദീപാവലി ടൈമിലൊക്കെ ഭയങ്കര പൊല്യൂഷൻ ഉള്ള സ്ഥലമാണ് ഡൽഹി. അപ്പോ ആ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ വരാൻ കാരണം ഈ ആസിഡ് റെയിൻ്റെ എഫക്റ്റ് ആണ്. ആൻഷ്യന്റ് സ്കൾപ്ചേഴ്സ്, സ്റ്റാച്യൂസ്, മോണമെന്റ്സ് ഇതെല്ലാം ഇത് കാരണം ഡിസ്ട്രോയിഡ് ആവാറുണ്ട്. ഇതൊക്കെ അപ്പൊ ഓർത്തിരിക്കാം. 4 നമ്മൾ പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? ഗ്രീൻ ഹൗസ് എഫക്ട്. ഗ്രീൻ ഹൗസ് എഫക്ട് എന്താണെന്ന് ഓർത്തിരിക്കാം. നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്. ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരകത്തേക്ക് സൺലൈറ്റിനെ കടത്തിവിടും, എന്നിട്ട് അത് ട്രാപ്പ് ചെയ്ത് വെക്കും, പുറത്തേക്ക് അവർ വിട്ടുകൊടുക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഭൂമിയുടെ ചൂട് കൂടാൻ കാരണമാകും. അതെന്തില് റിസൾട്ട് ചെയ്യും? ഗ്ലോബൽ വാർമിംഗില് റിസൾട്ട് ചെയ്യും. ഭൂമിയുടെ ചൂട് കൂടുന്ന അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ്. ഇനി ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീ ലെവൽ ഉയരുക എന്നുള്ളതാണ്. ഇനി ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്, ഓസോൺ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിക്കുന്ന ഒരു ലെയർ ആണ്. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു ലെയർ ആണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. ഈ ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്ന മെയിൻ കമ്പോണന്റ് ആണ് CFC എന്ന് പറയുന്നത്. പിന്നെ ഇന്റർനാഷണൽ ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസം സെപ്റ്റംബർ 16 ആണ്. നാലാമത്തെ ഒരു എഫക്റ്റ് ആണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ആസിഡ് റെയിൻ നമ്മുടെ റെയിൻ്റെ ഒപ്പം ആസിഡിന്റെ കമ്പോണന്റ്, മെയിൻ ആയിട്ട് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഇതാണ് മെയിൻ ആയിട്ട് ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഒരു അമ്ലമഴയായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഇത് നമ്മുടെ വെജിറ്റേഷൻ ആയിക്കോട്ടെ,
സ്മാരകങ്ങൾ, ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാത്തിനെയും നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എയർ പൊല്യൂഷനും പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സും നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോന്നും കൂടെ നമുക്ക് അറിയണ്ടേ, അതാണ് നമ്മുടെ മെയിൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ എർത്ത് ഓസോൺ ലെയർ ദാറ്റ് കൺട്രോൾ ദ എമൗണ്ട് ഓഫ് സോളാർ റേഡിയേഷൻ സ്ട്രൈക്കിംഗ് ദ പ്ലാനറ്റ് ഈസ് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പൊ നമ്മുടെ ബേസിക് ആയിട്ട് ചോദിച്ചാൽ എന്താണ്, ഓസോൺ ലെയർ എവിടെയാണ് കാണപ്പെടുന്നത്, അറ്റ്മോസ്ഫിയറിന്റെ ഏത് ലെയറിലാണ്, ഏത് ലെയറിലാ, സ്ട്രാറ്റോസ്ഫിയർ അല്ലേ, നമ്മൾ പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ഹെൽത്ത് കൺസേൺ ഓഫ് ഓസോൺ ഡിപ്ലീഷൻ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ഡിപ്ലീഷന്റെ ഒരു ഹെൽത്ത് കൺസേൺ, പ്രധാനപ്പെട്ട ഹെൽത്ത് കൺസേൺ എന്താണ്, എന്താണ് നമ്മൾ പറഞ്ഞു, ക്യാൻസർ, സ്കിൻ ക്യാൻസർ അല്ലെ, ക്യാൻസർ ആൻഡ് അതർ ഡാമേജസ് ടു ദ സ്കിൻ. അപ്പോ ഇതാണ് നമ്മുടെ എന്താ ഓസോൺ ലെയർ ഡിപ്ലീഷൻ കൊണ്ടുണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ്. ഇനി ആസിഡ് റെയിൻ, അത് എന്താണ്, അല്ലെങ്കിൽ അത് എന്തിനു കാരണമാകുന്നു, ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറസ്റ്റ്, ഗ്രാജുവൽ കില്ലിംഗ് ഓഫ് ലേക്സ് ആൻഡ് കില്ലിംഗ് ഓഫ് ഫിഷ്, പിന്നെന്താ, ഓൾ ഓഫ് ദീസ്. ഇതിലേത് വരും, എല്ലാനും വരും അല്ലെ, നമ്മളെല്ലാം പറഞ്ഞായിരുന്നു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് എഫക്ട്. ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായിട്ടുള്ള മേജർ ആയിട്ടുള്ള മെയിൻലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചത്. CFC ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രജൻ ഓക്സൈഡ് ഉണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇതില് ഏതാണ് മേജർ ആയിട്ട് വരുന്നത്, മേജർ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, മെയിൻലി റെസ്പോൺസിബിൾ ആണ്, മെയിൻലി റെസ്പോൺസിബിൾ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വെക്കാം. മെയിൻ ആയിട്ട് നമ്മൾ എയർ പൊല്യൂഷനിൽ പഠിക്കേണ്ടത് ആ എഫക്ട്സ് ആണ്. ആ 4 എഫക്ട്സ് ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം, കാരണങ്ങൾ പഠിച്ചു വെക്കാം, പിന്നെ അതിന്റെ എന്താ അതിൽ വരുന്ന ഇൻവോൾവ് ആവുന്ന ഗ്യാസസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ എയർ പൊല്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ വാട്ടർ പൊല്യൂഷനും റേഡിയേഷനും ഒക്കെ പഠിക്കും. അപ്പോൾ ഇന്നിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.